വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങ വെള്ളമാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ ഈ നാരങ്ങ വെള്ളത്തിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് നല്ല ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യുമിൻ സീഡ്. ഈ ജീരകം ഒന്ന് നന്നായിട്ട് ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താണിത്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നാരങ്ങ വെള്ളം കലക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് നല്ല തണുപ്പോട് കുടിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് മധുരമൊക്കെ നന്നായിട്ട് മുന്തി നിൽക്കണം കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നാരങ്ങ വെള്ളമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഒന്ന് ഈ ജീരകമൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ പേരിൽ കലക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആ ജീരകത്തിൻ്റെയൊക്കെ മണം നമ്മുടെ ഈ വെള്ളത്തിലേക്കൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ കുറച്ച് കസകസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കസകസാണ്. നമ്മുടെ നാരങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല. ഒരു ഗ്ലാസ്സിൽ കസകസ് ഇടാത്ത നാരങ്ങ വെള്ളം. 2 രീതിയിലും ചെയ്ത് നോക്കാം. കുറച്ച് കസകസ് ഇട്ടിട്ടും കസകസ് ഇടാണ്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടത്. പ്രത്യേകം പറയാണ്, നല്ല തണുപ്പോടുകൂടി കുടിച്ച് നോക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.